നമസ്കാരം. ഹരിതസുന്ദരത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. കേരള കന്നുകാലി വികസന ബോർഡിൻ്റെ മാട്ടുപ്പെട്ടി കാലി വളർത്തൽ കേന്ദ്രത്തിൻ്റെ കഥകളായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടുകൊണ്ടിരുന്നത്. പൂവാലികളും പുൽമേടും കാളക്കൂറ്റന്മാരും സ്വർഗീയ ഭൂമികയൊരുക്കുന്ന ഇവിടെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ പുതിയ ചില അത്ഭുതങ്ങൾ കൂടിയുണ്ട്. ഒരു ഹൈടെക് ഫാം, കാളക്കൂറ്റന്മാരുടെ അമ്മമാരായ നല്ല പൈക്കൾ തീർക്കുന്ന ഒരു പാലാഴി, കറവയുൾപ്പെടെ പൂർണ്ണമായും എല്ലാം യന്ത്രസഹായത്തോടെ പ്രവർത്തിക്കുന്ന ആധുനിക സാങ്കേതിക സജ്ജീകരണങ്ങളുള്ള ഒരു നല്ല ഫാം. കാണാം ഇത്തവണ ഹൈടെക് ഫാമിൻ്റെ കാഴ്ചകൾ. തീർത്തും വിസ്മയകരമാണ് ഹൈടെക് ഫാമിലെ കാഴ്ചകൾ. KLD ബോർഡിൻ്റെ വിത്തുകള ശേഖരത്തിൽ പ്രതിവർഷം 60ഓളം കുട്ടികളെ സംഭാവന ചെയ്യുന്ന ഫാം കൂടിയാണ് ഹൈടെക് ഫാം. അവിടെയുള്ളതോ മികച്ച പാലാഴി തീർക്കുന്ന പൈക്കളും. പ്രതിവർഷം 3700 ലിറ്ററിൽ കുറയാത്ത പാൽ തരുന്ന പൈക്കളാണ് ഹൈടെക് ഫാമിലുള്ളത്. അവയ്ക്കാകട്ടെ നിൽക്കാൻ പരമാവധി സൗകര്യങ്ങളും തീർത്തിരിക്കുന്നു. ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളുടെ ഉപകരണങ്ങൾ തന്നെയാണ് ഈ ഫാമിൽ പൂർണ്ണമായും നിറച്ചിരിക്കുന്നത്. ഹൈടെക് ഫാമിലെ നായകർ മനുഷ്യരോ മൃഗങ്ങളോ അല്ല. മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുത്തിരിക്കുന്നത് മെഷീനുകളാണ്. പൈക്കളുടെ കഴുത്തിൽ ഘടിപ്പിച്ച ട്രാൻസ്പോണ്ടറിനുള്ളിലെ ചിപ്പാണ് ഇവിടുത്തെ താരം. ഈ ചിപ്പ് സെൻസറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സെൻസറിലൂടെ പൈക്കളുടെ സർവ്വ വിവരവും അറിയാം. പൈക്കളുടെ ചലനങ്ങളാണ് പൂർണ്ണമായും സെൻസറിൽ രേഖപ്പെടുത്തുക. ഉദാഹരണമായി പൈക്കൾ ഒരു ദിവസം എത്ര പ്രാവശ്യം വാലാട്ടുന്നു, എത്ര പ്രാവശ്യം നിലവിളിക്കുന്നു, എത്ര പ്രാവശ്യം ചെവിയാട്ടുന്നു, ഇങ്ങനെയുള്ള ഘടകങ്ങളാണ് സെൻസറിലൂടെ അറിയാൻ കഴിയുക. അപ്പോൾ തന്നെ വിവരങ്ങൾ എത്തുന്നതോടെ പൈക്കളുടെ ആരോഗ്യസ്ഥിതി പൂർണ്ണമായും മനസ്സിലാക്കുവാൻ കഴിയും. ഒന്നും രണ്ടുമല്ല, 117ഓളം വരും പൂവാലികൾ. 80ഓളം പൈക്കൾ എല്ലാ സമയവും കറവയിലായിരിക്കും. അങ്ങനെയാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചിരിക്കുന്നത്. വിശാലമായ കൂടാരം തന്നെയാണ് ഹൈടെക് ബുൾ മദർ ഫാം. പൈക്കൾക്ക് യഥേഷ്ടം വിഹരിക്കുവാനും നിൽക്കുവാനും കിടക്കുവാനുമൊക്കെ സ്ഥലങ്ങൾ. ഹൈഡ്രോളിക് മെഷീനുകളാണ് ചാണകം പൂർണ്ണമായും മാറ്റിക്കളയുന്നത്. ലളിതമായ രീതിയിൽ ഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഹൈഡ്രോളിക് മെഷീനുകൾ ചെറിയ ഒരു വേഗതയിൽ ചലിച്ച് ചാണകം പൂർണ്ണമായും ഡങ് പിറ്റിൽ എത്തിക്കും. അവിടെയാകട്ടെ പൈക്കളുടെ നിൽപ്പിനോ നടപ്പിനോ ഒന്നും ദോഷം സംഭവിക്കുന്നില്ല. പൈക്കളുടെ മേനിഭാരം, പാലളവ് എന്നിവ എല്ലാ ദിവസവും രേഖപ്പെടുത്തും. മേനിഭാരത്തിനും പാലളവിനും അനുസരിച്ചാണ് തീറ്റ. സാന്ദ്രീകൃത തീറ്റ നേരത്തെ കണക്ക് കൂട്ടിയ പ്രകാരം കൃത്യമായി അവയുടെ മുന്നിലെത്തി. മാട്ടുപ്പെട്ടിയിലെ കിക്കിയു പുല്ലിനങ്ങൾ ഉൾപ്പെടെയുള്ള മിക്ക പുല്ലിനങ്ങളും ശേഖരിച്ച് ഹൈടെക് ഫാമിൽ എത്തിക്കുവാൻ പ്രത്യേക തൊഴിലാളികളുണ്ട്. സാന്ദ്രീകൃത തീറ്റയും പുല്ലും ചോളവുമാണ് പ്രധാന തീറ്റ. പൈക്കൾക്ക് വെള്ളം കുടിക്കുവാൻ വാട്ടർ ട്രഫുകൾ അങ്ങിങ്ങായി ഘടിപ്പിച്ചിട്ടുണ്ട്. ഹൈടെക് ഫാമിൽ കുളിയില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. പൈക്കൾക്ക് മേനി ഉരുമാനുള്ള ബ്രഷ് അങ്ങിങ്ങായി സ്ഥാപിച്ചിട്ടുണ്ട്. ചെന്ന് മുട്ടിയാൽ മതി, അവ താനെ കറങ്ങിക്കൊള്ളും. തീറ്റയ്ക്ക് ഒരളവുണ്ടെങ്കിലും തീറ്റ തിന്ന് പെട്ടെന്നങ്ങ് നീങ്ങാൻ അനുവാദമില്ല. തീറ്റയ്ക്കായി തല നീട്ടുന്നതോടെ സ്റ്റാൻജിയൻ ലോക്ക് വന്നു വീഴുകയായി. ഈ പൂട്ട് വീണാൽ മുന്നിലുള്ള തീറ്റ പൂർണ്ണമായും കഴിച്ചു തീർന്ന ശേഷമേ പൂട്ടഴിക്കൂ. അതുകൊണ്ട് തന്നെ ആഹാരം കൃത്യമായി പൈക്കളുടെ ഉള്ളിലെത്തി എന്ന് ഉറപ്പാക്കാം. വേണ്ട തീറ്റ വേണ്ടത്ര അളവിൽ വേണ്ട സമയത്ത് നൽകുക എന്നതാണ് ഹൈടെക് ഫാമിലെ തന്ത്രം.
മികച്ച വിത്തുകാള കുട്ടന്മാരുടെ ഈറ്റില്ലം കൂടിയാണ് KLD ബോർഡിൻ്റെ ഹൈടെക് ബുൾ മദർ ഫാമിൻ്റെ മാനേജർ ഡോക്ടർ അരുൺ നമ്മോട് സംസാരിക്കുന്നു. നമസ്കാരം അരുൺ. നമസ്കാരം. ഈ ഹൈടെക് ഫാം സ്ഥാപിതമായിട്ട് എത്ര വർഷമായി? 4 വർഷത്തോളം KLD ബോർഡിൻ്റെ ഹൈടെക് ഫാം സ്ഥാപിതമായിട്ട്. ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, മികച്ച പൈക്കൾ ഒരു വലിയ പാലാഴി തീർക്കുന്നു. മറ്റേത് നല്ല വിത്തുകാളുകളുടെ ശേഖരത്തിലേക്ക് നല്ല കാളക്കുട്ടന്മാരെ എത്തിക്കാൻ കഴിയുന്നു. ഇത് രണ്ടും സാധ്യമാവുന്നുണ്ടോ? രണ്ടും സാധ്യമാവുന്നുണ്ട്. ഞങ്ങൾക്ക് ഏകദേശം ഒരു വർഷം 60ഓളം കാളക്കുട്ടന്മാരെ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൂടാതെ 1000-1200 ലിറ്ററോളം പാൽ ഉൽപ്പാദിപ്പിച്ച് ഇവിടുത്തെ തൊഴിലാളികൾക്കും അതുപോലെ ഇവിടുത്തെ തന്നെ പശുക്കുട്ടികൾക്കും കാളക്കുട്ടികളും കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ മിൽമയിലേക്ക് ഓരോ ദിവസവും ഏകദേശം 1000 പാൽ വിതരണം നടത്താനും സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഹൈടെക് ഫാം എന്ന് പറയുമ്പോൾ അവിടെ ചില പൊരുത്തപ്പെടലുകളുടെ പ്രശ്നമുണ്ട്. ഉദാഹരണമായിട്ട് മൃഗങ്ങളും യന്ത്രങ്ങളും തമ്മിലൊരു പൊരുത്തപ്പെടൽ, യന്ത്രങ്ങളും മനുഷ്യരും തമ്മിലുള്ള പൊരുത്തപ്പെടൽ. ഇത്തരം പൊരുത്തപ്പെടലിനൊക്കെ എത്രത്തോളം സമയം വേണ്ടി വന്നു? തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പൂർണ്ണമായും യന്ത്രവൽകൃതമായ ഒരു ഫാമിൽ പശുക്കളെ പരിപാലിക്കുന്നതിന് പ്രത്യേകിച്ചും പശുക്കൾ അതുമായിട്ട് ഇണങ്ങി വരാനൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏകദേശം 2-3 മാസത്തെ നിരന്തരമായ പരിശീലനം കൊണ്ട് പശുക്കളും അതിനകത്തുള്ള വർക്ക് ചെയ്യുന്ന ജീവനക്കാരുമൊക്കെ അതുമായിട്ട് പൊരുത്തപ്പെടുകയും അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ആ പ്രവർത്തനം മനുഷ്യപ്രയത്നം കുറച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകാനും സാധിച്ചിട്ടുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ, ഇതിപ്പോൾ പൊതുമേഖലാ സ്ഥാപനം ഇത്തരം പ്രവർത്തനങ്ങൾ മാതൃകയാക്കി മറ്റ് കർഷകർ അല്ലെങ്കിൽ നല്ല ആസ്തിയുള്ള കർഷകർ മുന്നോട്ട് വന്നാൽ അവർക്ക് ഈ രംഗത്ത് വിജയിക്കാൻ കഴിയും. ഈ രംഗത്ത് തീർച്ചയായും വിജയിക്കാൻ സാധിക്കും. അവർക്ക് ആവശ്യമായ അവരുടെ സാഹചര്യങ്ങളും അവരെവിടെയാണ് ഇത് തുടങ്ങുന്നതനുസരിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർ ഇത് പ്ലാൻ ചെയ്യുകയും അവർക്ക് ആവശ്യമായ മാത്രം യന്ത്രവൽകൃതം അഡോപ്റ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് വിജയകരമായി അവർക്കും നടപ്പിലാക്കാൻ സാധിക്കുന്നതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു ഹൈടെക് മാതൃക ഒരുപക്ഷെ 4 വർഷം മുമ്പ് ഇത് ആദ്യമായിരുന്നു. അത്തരത്തിലുള്ള പല മാതൃകകളും കാണിച്ചു കൊടുത്ത സ്ഥാപനമാണ് KLD ബോർഡ്. അങ്ങനെയാണെങ്കിൽ KLD ബോർഡ് ഇനി എന്ത് ചുവടുവെപ്പാണ് നടത്തുന്നത്? ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഹൈടെക് ഫാമിൽ ഇപ്പം ഉൽപ്പാദനക്ഷമത കൂടി കൂടുതൽ പശുക്കളെ വീണ്ടും അവിടേക്ക് കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ ഒരു പാൽ ഉൽപ്പാദനത്തിൽ ഇപ്പം കേരളത്തിനുള്ള ഏകദേശം ഒരു 10.1 ആവറേജ് എന്നുള്ളതിനകത്ത് നിന്ന് അത് കൂട്ടുന്നതിന് ആവശ്യമായ തരത്തിലുള്ള ജനിതക മൂല്യം കൂടിയ കൂടുതൽ വിത്തുകാളുകൾ ഉൽപ്പാദിപ്പിക്കുകയുമാണ് KLD ബോർഡിൻ്റെ അടുത്ത ഒരു നടപടികൾ. കറവയിലാണ് കാര്യം. കറവയ്ക്കായി അധിക സമയമില്ല. ഫാമിൽ പാട്ട് മുഴങ്ങുന്നതോടെ കറവയ്ക്ക് സമയമായി എന്ന് പൈക്കൾ അറിയുന്നു. നിൽക്കുന്നിടത്ത് നിന്ന് നടന്ന് അവ നേരെ മിൽക്ക് പാർലറുകളിൽ എത്തുന്നു. വിമുഖത കാട്ടുന്നവർക്ക് ഗേറ്റിൻ്റെ ശിക്ഷ കൂടിയുണ്ട്. പിന്നിൽ നിന്ന് ഉന്തി അവയെ മിൽക്ക് പാർലറിൽ എത്തിക്കും. മിൽക്ക് പാർലർ പൂർണ്ണമായും ജർമ്മൻ നിർമ്മിതമാണ്. ഹെറിംഗ്ബോൺ പാർലർ എന്നാണ് ഇതിനെ ശാസ്ത്രീയമായി അറിയപ്പെടുക. മീൻമുള്ളിൻ്റെ ആകൃതിയാണ് ഈ പാർലറിന്. ഒരു വശത്ത് 6ഓളം പൈക്കൾക്ക് നിൽക്കാം, മറുവശത്ത് 6ഓളം പൈക്കൾക്കും. ഒറ്റയടിക്ക് 12ഓളം പൈക്കളുടെ കറവ സാധ്യമാക്കുകയാണ് മിൽക്ക് പാർലറിലെ രീതി. എല്ലാത്തിനും പൂർണ്ണ ശാസ്ത്രീയത. പൈക്കൾ പാർലറിലെത്തുന്നത് ഒരു പ്രഷർ പമ്പ് കടന്നാണ്. അവിടെ ഒരു ജലപ്രയോഗമുണ്ട്. അകിടിലേക്ക് ശക്തിയായി വീഴുന്ന ജലധാര എല്ലാം വൃത്തിയാക്കും. പാർലറിലെത്തിയാൽ പിന്നെ അകിട് അണുവിമുക്തമായ തുണി കൊണ്ട് നന്നായി തുടയ്ക്കും. പൈക്കൾ പാർലറിലെത്തുന്നതോടെ യന്ത്രക്കറവയ്ക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിയും. അകിട് വൃത്തിയാക്കി കഴിഞ്ഞാൽ ആദ്യത്തെ ചുരത്തിലുള്ള പാൽ ഒന്ന് കറന്നു നോക്കുക പതിവാണ്. പാലിലൂടെ എന്തെങ്കിലും രോഗങ്ങളുണ്ടോ എന്നറിയാം. അകിട് വീക്കം പോലെയുള്ള രോഗങ്ങൾ ഇങ്ങനെ നിർണ്ണയിക്കപ്പെടും. അങ്ങനെയെങ്കിൽ അവ കറവയ്ക്ക് പ്രാപ്തരല്ല എന്ന് കണ്ട് ഒഴിവാക്കാം. ആദ്യ സ്ട്രിപ്പിങ്ങിൽ യോഗ്യരായെന്ന് കണ്ടാൽ പിന്നെ അകിടിലേക്ക് കറവയന്ത്രത്തിൻ്റെ ക്ലസ്റ്റർ ഘടിപ്പിക്കുകയായി. അണുവിമുക്തമായ ക്ലസ്റ്റർ അകിടിൽ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ വാക്വം പ്രവർത്തനത്തിലൂടെ കൃത്യമായ യന്ത്രക്കറവ സാധ്യമാകും. 10 ലിറ്ററോളം പാൽ ചുരത്തുന്ന പൈക്കളെ കറക്കാൻ കേവലം 5 മിനിറ്റ് മാത്രം മതി എന്നതാണ് ഈ കറവയുടെ മേന്മ. കറവ തീർന്നാൽ ക്ലസ്റ്റർ അകിടിൽ നിന്ന് വേർപെടുത്താം. തുടർന്ന് ഒരു അണുനാശിനി പ്രയോഗമുണ്ട്. പോവിഡോൺ അയഡിൻ പോലെയുള്ള ലായനികളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. കറവ കഴിഞ്ഞാൽ ഹെറിംഗ്ബോൺ പാർലറുകൾ താനെ തുറക്കുകയായി. പൈക്കൾ സ്വതന്ത്രരായി ഓരോരുത്തരായി നടക്കും പുറത്തേക്കുള്ള വഴിയിലൂടെ. സെൻസറിൽ നേരത്തെ രേഖപ്പെടുത്തിയ ചലനങ്ങളുടെ അടിസ്ഥാനത്തിൽ
പൈക്കളെ വേർതിരിക്കുന്ന ഒരു പതിവും ഇവിടെയുണ്ട്. എന്തെങ്കിലും രോഗമുള്ള പൈക്കളാണെങ്കിൽ അവയെ നേരെ സെഗ്രിഗേഷൻ ഏരിയയിലേക്കാണ് മാറ്റുക. അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന പൈക്കളെ ഡോക്ടർമാർ പരിശോധിക്കും, വേണ്ട ചികിത്സ നിർണ്ണയിക്കും. പാർലറിൽ കറവ കഴിയുന്നതോടെ ഓരോ പൈക്കളും എത്രത്തോളം പാൽ ചുരത്തി എന്നുള്ളത് കൃത്യമായി മോണിറ്റർ രേഖപ്പെടുത്തും. ഇത് ഘട്ടം ഘട്ടമായി രേഖപ്പെടുത്തുന്നുണ്ട് താനും. പാലൊഴുകി നേരെ എത്തുന്നത് വലിയ ബൾക്ക് മിൽക്ക് കൂളറുകളിലേക്കാണ്. 4 ഡിഗ്രിയിൽ താഴെ ഊഷ്മാവുള്ള ഈ കൂളറുകളിൽ പാൽ കൃത്യമായി സംഭരിക്കപ്പെടും. അവിടെ നിന്നും പാൽ മിൽമയുടെ വിപണിയിലേക്ക് യാത്രയാകും. പൂർണ്ണമായും യന്ത്രവൽകൃത സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഹൈടെക് ഫാമിൽ ജീവനക്കാർ തീരെ കുറവാണ്. തൊഴിൽ ക്ലേശം തീരെയില്ല. ചാണകം നീക്കുവാനും പാൽ കറക്കുവാനും തീറ്റ നൽകുവാനും എല്ലാം യന്ത്രങ്ങളുള്ളപ്പോൾ മനുഷ്യൻ്റെ സാന്നിധ്യമെന്തിന്? കരസ്പർശമില്ലാത്ത പാൽ കറവയിലാണെങ്കിൽ പൂർണ്ണമായും ശാസ്ത്രീയതയും വൃത്തിയുമുണ്ട്. പാലളവാകട്ടെ കൃത്യവും. ഒരുപക്ഷെ ബുൾമദർ ഫാമിനെ സംബന്ധിച്ചിടത്തോളം പൈക്കളുടെ പാലളവ് വളരെ പ്രധാനമാണ്. അവ നോക്കിയാണ് അവയുടെ മികച്ച കാളക്കുട്ടികളെ വിത്തുകാള ശേഖരത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫാമിനുള്ളിൽ തന്നെയുള്ള ഈ രേഖപ്പെടുത്തൽ തീർത്തും ശാസ്ത്രീയമാവണം എന്ന നിർബന്ധമുണ്ട്. പ്രതിവർഷം 60ഓളം കാളക്കുട്ടന്മാരെ ബുൾമദർ ഫാമിൽ നിന്നും തിരഞ്ഞെടുത്ത് വിത്തുകാള ശേഖരത്തിൽ എത്തിക്കുന്നുണ്ട് താനും. ഈ ഹൈടെക് ബുൾ മദർ ഫാം കൂടാതെ തന്നെ നമുക്ക് വലിയൊരു ബുൾ സ്റ്റേഷൻ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വർഷം എത്രത്തോളം കാളക്കുട്ടികളെ മികച്ച വിത്തുകാളകളാക്കി മാറ്റാൻ കഴിയുന്നുണ്ട്? ഏകദേശം 60ഓളം വിത്തുകാളകളെ ഈ ഹൈടെക് ഫാമിൽ നിന്ന് സംഭാവന ചെയ്യാൻ കഴിയുന്നുണ്ട്. ബാക്കിയുള്ള ഗുണനിലവാര പരിശോധന എല്ലാം കഴിയുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഒരു തിയററ്റിക്കലി പറയുമ്പോൾ 60 കാളകളെ വരുന്ന ഏകദേശം അതിനൊരു 40% അവസാനം വിത്തുകാളയായി മാറുന്നത്. അപ്പോൾ 60 കാളകളെ അവിടേക്ക് എത്തിക്കുകയും അവസാനം ഏറ്റവും നല്ല ഗുണമേന്മയുള്ള ബീജമുള്ള 20-25ഓളം വിത്തുകാളകളെ അതിൽ നിന്ന് പുറത്തു വരാനും സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കാളക്കുട്ടികളുടെ അമ്മമാരുടെ പൈക്കളുടെ പാലളവാണല്ലോ ഇതിലൊരു മാനദണ്ഡം. എത്രത്തോളം പാലുള്ള പൈക്കളാണ് ഇവിടെ ഉള്ളത്? ഇവിടെ ഇപ്പോൾ നമുക്ക് 3500ഓളം എങ്കിലും ഒരു കറവക്കാലത്ത് കിട്ടുന്ന പശുക്കളിൽ നിന്നുള്ള കുട്ടികളെ മാത്രമേ സെലക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് അല്ലാതെയുള്ള പശുക്കളെ നമ്മൾ ഒഴിവാക്കുകയും വീണ്ടും ഗുണനിലവാരമുള്ള പശുക്കളെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പീക്ക് ഈൽഡ് പറയുന്നത് ഏകദേശം 25-നും മുകളിൽ 30 വരെയുള്ളത് കിട്ടുകയും കറവക്കാലത്ത് ഏകദേശം ഒരു 3500 അതിന് കൂടുതൽ കിട്ടുന്ന പശുക്കളെയാണ് നിർത്തുന്നത്. അതിൽ ഉൽപ്പാദനക്ഷമത പറഞ്ഞവയെ ക്രമാനുഗതമായി ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം മാതൃകകൾ അതോടൊപ്പം ധാരാളം ഗവേഷണങ്ങൾ ഇവയൊക്കെ നടത്തുന്നതിന് പുറമെ ലൈവ്സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ് ചില പരിശീലനങ്ങൾ കൂടി നടത്തുന്നുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് അതൊന്ന് വിശദീകരിക്കും. കേരള ബോർഡ് ഇപ്പോൾ നടത്തുന്ന പരിശീലനങ്ങൾ കൂടുതലായി മാട്ടുപ്പെട്ടി ഫാമിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് പ്രൊഫഷണൽ ട്രെയിനിങ് ആണ്. അതുകൂടാതെ നമ്മുടെ ക്ഷീര കർഷകർക്ക് ആവശ്യമായിട്ടുള്ള ഹൈടെക് ഡയറിയിങ്ങിൽ സയൻറ്റിഫിക് മിൽക്കിങ്ങിൽ ഒക്കെ ആവശ്യമായ പരിശീലനം നൽകുന്നുണ്ട്. അത് വിവിധ ഏജൻസികളുടെ ഗവൺമെൻറ് ഏജൻസികളിലെ പരിശീലന സ്ഥാപനങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ആൾക്കാർക്ക് ട്രെയിനിങ് നിരന്തരമായി നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനം നൽകുകയും നല്ല തരത്തിൽ അവർക്ക് ഈ മേഖലയിലേക്ക് കടന്നു വരാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്.